നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, അത് വളരെ അഭിമാനപൂർവ്വം പറയുന്നതാണ്. എന്നാൽ ആ തുല്യതയിൽ ചിലർക്കൊക്കെ കുറച്ച് മുൻതൂക്കമുണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. കുറച്ചല്ല, കുറച്ച് കൂടുതൽ. ഞാനിത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ അടുത്ത സമയത്ത് ഒരു വ്ളോഗർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ എന്തോ സ്വിമ്മിംഗ് പൂളോ മറ്റോ സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ കിടന്ന് നീന്തുന്ന ദൃശ്യങ്ങളോ വീഡിയോയോ മറ്റോ പുറത്തുവിട്ടു. അത് ഭയങ്കര ഗൗരവമായി കത്തിപ്പടർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തി, വാർത്താമാധ്യമങ്ങളിൽ കത്തി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാർ പിന്നാലെ പോയി, വലിയ വാർത്തയായി. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഉടൻ തന്നെ രംഗത്ത് വന്നു. അവനെ പാഠം പഠിപ്പിക്കും, പച്ചീർക്കിലി കയറ്റുമെന്നൊക്കെ പ്രസ്താവനയുണ്ടായി. ഏതായാലും അവൻ്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയെന്നറിഞ്ഞു. പിന്നെ അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്തു. ഇനി അവൻ ആജീവനാന്തം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ചെയ്ത പോലെ ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് പോലും ലൈസൻസ് കിട്ടാത്തതുപോലെയുള്ള കടുകട്ടി സംഗതികളൊക്കെയും വളരെ കർശന ഭാവത്തിൽ ചെയ്തു. വിരോധമില്ല, നിയമവിരുദ്ധമാണെങ്കിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ എല്ലാ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കും ഒരേ സമീപനം സ്വീകരിക്കണം. അതാണ് അതിൻ്റെ മര്യാദ, അതാണതിൻ്റെ നീതി. അതിപ്പോൾ എന്തേ ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലും ഒക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട ആളിൻ്റെ മനോഹരമായ റൈഡിനെക്കുറിച്ചാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആകാശ് തില്ലങ്കേരി സാറാണ്. TP വധക്കേസിലെ പ്രതിയായ, പിന്നെ അതുപോലെ അടക്കമുള്ള നിരവധി മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആകാശ് തില്ലങ്കേരി സാറ് ഒരു ജീപ്പിൽ പറക്കുന്ന ദൃശ്യം. ആ ജീപ്പിന് നമ്പറില്ല, പിന്നെ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. വളരെ മനോഹരമായാണ് അദ്ദേഹം ഓടിച്ചു പോകുന്നത്. എന്ന് മാത്രവുമല്ല, സർവാത്മന ഈ ബഹുമാനിതനായ ആൾ ഓടിച്ചു പോയതുകൊണ്ടാണ് അതിനൊരു പ്രാധാന്യവും കൈവന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് ഒരുത്തൻ അവൻ്റെ വണ്ടിക്കകത്തുണ്ടാക്കി അതിനകത്ത് നീന്തി കാണിച്ച വീഡിയോ പുറത്തു വിട്ടതുകൊണ്ട് അത് വലിയ വിപ്ലവവും വലിയ പ്രശ്നവുമായി അവനെതിരെ കർശനമായ നടപടിയെടുത്ത അതേ നിയമചക്രം ഇവിടെയും ഉരുളണ്ടേ? അങ്ങനെ ഉരുണ്ടെങ്കിലല്ലേ നീതി തുല്യമാകൂ, നീതി പൂർണ്ണമാകൂ. പക്ഷേ ഇവിടെ ഇതുവരെ പ്രത്യേകിച്ച് അനക്കമൊന്നും കണ്ടില്ല. ഇനി ചിലപ്പോൾ നാമമാത്രമായി ഒരു കേസെടുത്തെന്ന് വന്നേക്കാം. അതിനപ്പുറത്തേക്ക് അത് സഞ്ചരിക്കില്ല. ലൈസൻസ് റദ്ദാക്കൂല, ആഗോള നടപടികളൊന്നും ഉണ്ടാകില്ല, കർശനമായ സംഗതികൾ ഉണ്ടാവില്ല, മന്ത്രി പ്രസ്താവനയുമായി രംഗത്ത് വരില്ല. അങ്ങനെ ഒരു ബഹളവും ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥൻ അതിനെതിരെ നീങ്ങാൻ കഴിവുള്ളവരാരെങ്കിലും ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. കാരണം അവർക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം ഏത് തരത്തിലുള്ളതാണെന്നൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏതായാലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നതാണ് ഒരു സത്യം. നിയമലംഘനങ്ങളും നിയമവാഴ്ചയുമൊക്കെ ചിലയിടത്ത് ഉരുളും, ചിലയിടത്ത് അങ്ങ് നിൽക്കും.